iQOO 9 സീരീസിൽ 3 സ്മാർട്ട് ഫോണുകളാണ് പുറത്തിറക്കിയത്. അതിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് iQOO 9 Pro നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തതാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന ഏറ്റവും ടോപ്പ് പ്രോസറുമായിട്ട് വരുന്നു. അത് കഴിഞ്ഞാൽ iQOO 9 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അത് സ്നാപ്ഡ്രാഗൺ 888 ആയിട്ടാണ് വരുന്നത്. അതും കഴിഞ്ഞ് നമുക്കെല്ലാം അഫോർഡബിൾ ആയിട്ട് കുറച്ച് ഏറ്റവും പ്രൈസ് കുറഞ്ഞ 9 സീരീസിലെ സ്മാർട്ട് ഫോണാണ് iQOO 9 SE. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് iQOO 9 SE എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഓർക്കുക, iQOO 9 Pro വാങ്ങണമെങ്കിൽ നമ്മൾ 65,000 രൂപ ചിലവാക്കണം. എന്നാൽ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള iQOO 9 വാങ്ങുന്നതിന് 43,000 രൂപ ചിലവാക്കണം. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന iQOO 9 SE വാങ്ങുന്നതിന് 33,990 രൂപ മുടക്കിയാൽ മതി. അപ്പോൾ ആ ഒരു പ്രൈസിൽ മികച്ച ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് iQOO 9 SE. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. മാത്രമല്ല, ഇതൊരു റിയൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോൺ ആണെന്ന് പറയേണ്ടി വരും. അതായത് സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസറൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു iQOO 9 SE. പ്രൈസ് കൊണ്ട് ഇതിനെ ഒരിക്കലും വിലയിരുത്തരുത്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു ബെസ്റ്റ് പ്രൈസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രൈസിന് കിട്ടാവുന്നതിൻ്റെയും അപ്പുറത്താണ് ഈ ഒരു ഫോണിനകത്തൂടെ നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ. അപ്പോൾ നമുക്ക് iQOO 9 SE എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഇതുപോലൊരു iQOOൻ്റെ ടിപ്പിക്കൽ ബോക്സിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇങ്ങനെ ചരിഞ്ഞൊക്കെയാണ് ഇതിൻ്റെ ഒരു ബോക്സ് ഓപ്പണിംഗ് വരുന്നത്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇവിടെ ഇതുപോലെ മോൺസ്റ്റർ ഇൻസൈഡ് എന്ന് എഴുതി 9 എന്ന് വലുതായിട്ട് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷനൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഫോൺ ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ബാക്ക് കേസ് ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ 66 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിനായിട്ടൊരു USB Type-C ചാർജിങ് കേബിളും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് Type-C to 3.5 mm ഡോങ്കിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിനകത്ത് 3.5 mm ഓഡിയോ ജാക്കില്ല. പക്ഷേ ഈ ഒരു ഡോങ്കിൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൂടി പുറത്തേക്ക് എടുക്കാം. വാവ്, അടിപൊളി ഡിസൈൻ. നല്ല രസമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ കാണാൻ, അടിപൊളി. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതുപോലെ ലൈറ്റ് ഇതിലേക്ക് തട്ടുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിലെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു കളറുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. സൺസെറ്റ് സിയാറ എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയൻറ്റ്. അതുപോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നല്ലൊരു ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. 3 ക്യാമറകൾ, ആ ഓരോ റിങ്ങും ഒരേ സൈസിൽ നൽകിയിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ iQOO എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ സൈഡൊക്കെ നല്ല ഒരു ഫിനിഷ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മാറ്റ് ഫിനിഷാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പതിയുകയില്ല. എന്നാൽ ഫോണിൻ്റെ ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് പോളികാർബണേറ്റ് ആണ്. അത് മെറ്റാലിക് അല്ല. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്നാൽ കണ്ടാൽ അത് മനസ്സിലാവുകയുമില്ല. ഒരു മെറ്റാലിക് ഫ്രെയിം പോലെ തോന്നും ഇതിൻ്റെ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ. ഫോണിന് ഓവർ കനമൊന്നുമില്ല. വെറും 8.4 mm മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കനം. അതുപോലെ വെയിറ്റും 200 ഗ്രാമിൽ താഴെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 196 ഗ്രാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതൊക്കെ വളരെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ഓക്കെയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രീമിയം ലെവൽ, അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിന് മുകളിലുള്ള സ്മാർട്ട് ഫോണുകളുടെയൊക്കെ ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഇടതുവശത്തായിട്ട് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും നമുക്ക് കാണാം. താഴെയാണ് ഇത്തരത്തിൽ സിം ട്രേ, അതുപോലെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. എന്നാൽ ഇടത് സൈഡിൽ കാര്യമായിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല. മുകളിൽ ഇത്തരത്തിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാം. 6.62 ഇഞ്ചിന്റെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 120 ഹെഡ്സിന്റെ മാക്സിമം റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൂടാതെ ഇതിനകത്ത് 300 ഹെഡ്സ് ആണ് ഇതിന്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ നിന്ന് ഗെയിമിങ്ങിന് എല്ലാവിധമായിട്ടുള്ള ഒരു സപ്പോർട്ടും ഡിസ്പ്ലേ ഏരിയയിൽ നിന്ന് ലഭിക്കും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്വിക്ക് റെസ്പോൺസ് നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് ഈ ഒരു 120 ഹെഡ്സും 300 ഹെഡ്സിന്റെ ഒക്കെ ടച്ച് സാമ്പിളിംഗ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അനുഭവിക്കാൻ സാധിക്കും. അതൊന്നുമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ സാധാരണ ഈ ലാപ്ടോപ്പുകളിലൊക്കെ മികച്ച ഗെയിമൊക്കെ കളിക്കുന്നതിന് വേണ്ടി ഗ്രാഫിക്സ് കാർഡ് വരാറുണ്ട് അല്ലേ? ഗ്രാഫിക്സ് കാർഡ്, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ള ലാപ്ടോപ്പും ഉണ്ട്, ഇല്ലാത്ത ലാപ്ടോപ്പും ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതിൻ്റെ പ്രോസസ്സർ കൂടാതെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് മികച്ച റെസ്പോൺസ് കിട്ടാനും മികച്ച ഒരു എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനും വേണ്ടി ഇതിനകത്ത് ഡിസ്പ്ലേക്ക് വേണ്ടി ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്.
അത് iQOO 7 ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം iQOO 7 ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമായിരുന്നു. അത് ഇവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെയും iQOO 9 SEയിൽ ലഭിക്കും. അതുപോലെ HDR 10+ന്റെ സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് 1300 നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. മികച്ച ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി വിവോയുടെയും iQOOന്റെയൊക്കെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഫൺടച്ച് OS 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കാണാം. എന്നാൽ ഒരുപാട് ഒട്ട് ഇല്ലതാനും വളരെ കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ മാത്രമേ ഇത്തവണ iQOO 9 SE എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുള്ളൂ. അതുപോലെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്നേ ഉള്ളൂ എന്നിരുന്നാലും നല്ലൊരു റെസ്പോൺസ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആ ഒരു ഫിംഗർ പ്രിന്റ് ഒക്കെ ഇങ്ങനെ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഫോണിൽ നിന്നുള്ള ആ ഒരു ഹെപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് കൃത്യമായിട്ട് ആ കൈവിരലിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു വൈബ്രേഷൻ മോട്ടർ ഇതിനകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വാഹനം ഓടിക്കുന്ന ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീല് ഫോണിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ഉള്ള ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം തന്നെ നൽകിയിട്ടുണ്ട്. നല്ല ഒരു സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നല്ല ലൗഡായിട്ടുള്ള വോളിയം ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് ഉണ്ട്, സ്റ്റീരിയോ സെപ്പറേഷൻ ഓക്കെയാണ്. ഏതാണ്ട് 2 സ്പീക്കറിൽ നിന്നുള്ള സൗണ്ടിൻ്റെ ബാലൻസിങ്ങും ഓക്കെ ആണെന്ന് വേണം പറയാൻ. മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. ഫോണിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ്. HDR 10+ സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഫ്രണ്ട് ക്യാമറ നോക്കി വളരെ ചെറിയൊരു കടുകുമണി വലിപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യൂയിങ് ആംഗിളൊന്നും യാതൊരു പ്രശ്നമല്ല. മികച്ച ഒരു AMOLED ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോൺ. പക്ഷേ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ടത്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണിൽ ഒരിക്കലും കർവ്ഡ് ഡിസ്പ്ലേ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്ന് അറിയാമെങ്കിലും പറഞ്ഞെന്ന് മാത്രം. സ്നാപ്ഡ്രാഗൺ 888 എന്ന 8 Gen 1ന്റെ തൊട്ട് താഴെ നിൽക്കുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് 8GB 12GB എന്നീ 2 റാം വേരിയന്റുകളാണ്. നമ്മളിവിടെ പരിശോധിക്കുന്നത് 12GB റാം വേരിയന്റ് ആണ്. ഈ ഒരു 12GB റാമിൽ പോലും ഇവിടെ റാം ഇത്തരത്തിൽ 4GB വരെ വീണ്ടും വെർച്വലി എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു കഴിവും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. മാത്രമല്ല ഇന്റേണൽ മെമ്മറി വന്നിട്ട് 128GBയും 256GBയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വ്യത്യസ്ത വേരിയന്റുകൾ. iQOO 9 SE എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 8.5 ലക്ഷത്തിന് മുകളിലാണെന്ന് പറയേണ്ടി വരും. ഇന്ന് AnTuTu സ്കോറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്മാർട്ട് ഫോൺ ഏതെന്ന് ചോദിച്ചാൽ അതിനും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. iQOO 9 സീരീസിലെ ഏറ്റവും മുന്തിയ സ്മാർട്ട് ഫോൺ iQOO 9 Pro. ഈ ഒരു iQOO 9 Proയുടെ AnTuTu സ്കോർ വന്നിട്ട് 1 million ആണ്, 10 ലക്ഷമാണ്. ഇത് വന്നിട്ട് 8.5 ലക്ഷത്തിന് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഈ AnTuTu സ്കോറിനെ പറ്റി പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ AnTuTu സ്കോർ എന്ന്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നു. അതായത് AnTuTu എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, നമ്മളുടെ ഫോണുകളുടെ ബെഞ്ച് മാർക്ക് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പ്. ആ ഒരു ആപ്പ് ഇട്ട് 5 മിനിറ്റത്തെ ഫോണിൻ്റെ മൊത്തം ചെക്കപ്പ് കഴിയുമ്പോൾ അതൊരു സ്കോർ നൽകും. ആ സ്കോറിനെ ബേസ് ചെയ്ത് ആ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഏറ്റവും ടോപ്പ് AnTuTu സ്കോറുള്ള സ്മാർട്ട് ഫോൺ. ഏകദേശം 1 million AnTuTu സ്കോറാണ്, 10 ലക്ഷം. ഇതിന് ഈ പറഞ്ഞ പോലെ 8.5 ലക്ഷത്തിൽ മുകളിൽ iQOO 9 SEക്ക് AnTuTu സ്കോർ ഉണ്ട് താൻ. അപ്പോൾ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഈ ഒരു AnTuTu സ്കോർ നമ്മെ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനകത്ത് നൽകിയിരിക്കുന്ന റാം LPDDR5, അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 ഇതൊക്കെ ആകണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഒരു മികച്ച സ്കോറിംഗ് അല്ലെങ്കിൽ ഒരു മികച്ച പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ലഭിക്കുന്നത്. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രൈമറി ക്യാമറ വന്നിട്ട് 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്യാമറയായിട്ട് 13 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ ക്യാമറയായി 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ. മൂന്നാമത്തെ ക്യാമറ കാര്യമായ ജോലികളൊന്നും ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ 48 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു. ഈ പറഞ്ഞ 48 മെഗാ പിക്സലിന്റെ ഈ ഇത്തരം സെൻസറുകൾ പല ഫോണുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം റിസൾട്ട് ഒരുപാട്
ഒരുപോലെയല്ല. അത് ആ ക്യാമറ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്ന് പറഞ്ഞ പോലെ iQOO ഫോണുകളിൽ നമ്മൾ iQOOൻ്റെ തുടക്കം മുതലേ ഉള്ള എല്ലാ ഫോണുകളും നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാ ഫോണുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്, iQOO സ്മാർട്ട് ഫോണുകളുടെ ക്യാമറ പെർഫോമൻസ് അത് മികച്ചതാണ്. കാരണം മികച്ച ഒരു ഫൈൻ ട്യൂണിങ് അവിടെ ക്യാമറയിൽ iQOO നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ഈ ഒരു iQOO 9 SEയിലും കാര്യങ്ങൾ മറിച്ചല്ല, മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 48 മെഗാ പിക്സലിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും നമ്മൾ നടന്നുകൊണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്താലും മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കും. 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോളായിട്ട് സെൽഫി എടുക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അത് വളരെ ചെറിയൊരു സൈസാണ്, അതും എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാക്സിമം നമുക്ക് 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ വീഡിയോ കേപ്പബിലിറ്റി നൽകിയിട്ടില്ല. അത് കുറ്റമായിട്ട് പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള iQOO 9 Proയിൽ പോലും ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ വീഡിയോ കേപ്പബിലിറ്റി നൽകിയിരുന്നില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 4500 mAh ബാറ്ററിയാണ് ഇതിന് കരുത്ത് വരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട്. ഇതൊരു മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അവിടെ 4500 mAh എന്ന് പറയുന്ന ഒരു കുറവ് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 66 വാട്ട് ഫാസ്റ്റ് ചാർജ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും വെറും 42 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ 100% ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഈ 4500 mAh ഒരു ഫുൾ ഡേ ഒക്കെ ചാർജ് നിൽക്കാനേ സാധിക്കുള്ളൂ. കാരണം ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം iQOO 7 ഒക്കെ ഞാൻ ഡെയിലി ഡ്രൈവറായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഈ ഒരു 4500 mAh എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ തന്നെ ചാർജ് തീരുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടായി, അധികം ഗെയിം കളിക്കാതെ പോലും. അപ്പോൾ ആ ഒരു ബാറ്ററി സൈഡ് ഈ പറഞ്ഞ പോലെ ഒരു അല്പം കുറവ് തന്നെയാണ്. പക്ഷേ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അഥവാ ചാർജ് തീർന്നാലും നമുക്ക് പെട്ടെന്ന് ഫുൾ ചാർജ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ആ ഭാഗത്തുള്ളൊരു നേട്ടം. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. 8GB 128 ആണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 33,990 രൂപയാണ്. അതുപോലെ 12GB 256 ഹയർ വേരിയൻറ്റ്, അതിൻ്റെ വില 37,990 രൂപയാണ്. അതിൽ നിന്നും നമുക്ക് വീണ്ടും 3000 രൂപ വേണമെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കും. ഓർക്ക് ഒരു പർട്ടിക്കുലർ ICICI ബാങ്ക് പോലുള്ള ഏതോ ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിലാണ് ഈ ഒരു 3000 രൂപ ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ അതും കൂടി സാധ്യമായാൽ ഈ ബേസ് വേരിയൻറ്റിൻ്റെ 33,990 എന്ന് പറയുന്നത് 30,990 വീണ്ടും കുറയുന്ന ഒരു കാഴ്ച കാണാം. എന്ത് തന്നെയായാലും ഇനി ആ ഒരു കാർഡ് ഉപയോഗിച്ചില്ല എന്ന് തന്നെ കരുതുക, 33,990 ആയാലും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് ഒരു മികച്ച വർത്തി സ്മാർട്ട് ഫോണാണെന്ന് പറയേണ്ടി വരും. മികച്ച ഡിസ്പ്ലേ, മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ്, മികച്ച ഗ്രാഫിക്സ് സപ്പോർട്ട് ഒക്കെ ആയിട്ട് മികച്ച ഒരു സ്മാർട്ട് ഫോൺ. ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ചെറിയ കുറവുകൾ പറയാനുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ബാറ്ററി ഒരു അല്പം 4500 mAh ഉള്ളൂ എന്നുള്ളതും, അതുപോലെ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതും മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഓക്കെയാണ്. ഓക്കെ അല്ല, അതിലും മുകളിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.